ചില യുവജന സംഘടനകളുടെ പേര് പറഞ്ഞ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 3 ദിവസമായി ഈ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, ഇവിടെ കോടിയടച്ച് വിൽപ്പന നടത്തുന്ന തൊഴിലാളികൾക്കെതിരെ എന്തോ വികാരം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം തികച്ചും ജനാധിപത്യ വിരുദ്ധവും തികച്ചും തൊഴിലാളി വിരുദ്ധവുമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അനിശ്ചിതകാല മാർക്കറ്റ് ബന്ദിലേക്ക് സംയുക്ത സമരസമിതി പോകേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും തൊഴിലെടുക്കണം. എല്ലാവരുടെയും തൊഴിൽ അവകാശം എന്ന് പറയുന്നത് അവനവന്റെ അവകാശമാണ്. ഇവിടെ തൊഴിലാളികളെ കുറിച്ച് വാചാലമാകുന്ന ഡിവൈഎഫ്ഐ ആണ് ഇവിടുത്തെ തൊഴിലാളികൾക്കെതിരെ സമരം നടത്തുന്നത്. തൊഴിലാളി വർഗത്തിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായ ഡിവൈഎഫ്ഐ ആണ് ഈ മാർക്കറ്റിലെ കോഴി തൊഴിലാളികൾക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ആഭാസമാണ് ഈ സമരം! സർക്കാർ നിശ്ചയിച്ച വിലക്ക് കോഴി കൊടുക്കണമെന്ന് പറയുന്ന ഈ ഡിവൈഎഫ്ഐക്കാരൻ കേരളത്തിൽ കല്ലാച്ചി മാർക്കറ്റ് മാത്രമാണ് കോഴി വിൽപ്പന നടത്തുന്നത്. ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി കോഴി സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോഴി സ്റ്റാളുകളിലൊക്കെ തന്നെ വിൽപ്പന നടത്തുന്ന കോഴിയുടെ വില എന്താണ് എന്ന് ഇവരിവിടെ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ നിരവധി കോഴി സ്റ്റാളുകളുണ്ട്. ആവളത്ത് പ്രവർത്തിക്കുന്ന കോഴി സ്റ്റാളുണ്ട്. അതേപോലെ തന്നെ പേരോട് പ്രവർത്തിക്കുന്ന കോഴി സ്റ്റാളുണ്ട്. നാഗാവളത്തും കക്കമ്പള്ളിയിലും പയന്തോവിലും പ്രവർത്തിക്കുന്ന കോഴി സ്റ്റാളുകളുണ്ട്. നിരവധി കോഴി സ്റ്റാളുകളിൽ അവിടെ വിൽക്കുന്ന കോഴിയുടെ വില എന്താണ്? പക്ഷെ കല്ലാച്ചി മാർക്കറ്റിൽ മാത്രം കോഴി ഇറച്ച് ഡിവൈഎഫ്ഐക്കാരൻ പറയുന്ന വിലക്ക് വിൽക്കണമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കുവാൻ ഇവിടുത്തെ തൊഴിലാളികൾക്ക് സാധ്യമല്ല. തൊഴിലെടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. നിത്യമായി തൊഴിലെടുത്തിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തെ കുടുംബ ജീവിതം പോലും താറുമാറാകുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ മാർക്കറ്റിലെ കോഴിക്കച്ചവട തൊഴിലാളികൾക്കെതിരെ ഡിവൈഎഫ്ഐ 3 ദിവസമായി സമരരംഗത്താണ്. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘങ്ങൾ ഈ മാർക്കറ്റിൽ കയറി വന്ന് ഇവിടെ കോഴിക്കച്ചവടം നടത്തുന്ന കച്ചവടക്കാരന്റെ ലൈറ്റുകൾ അടിച്ച് തകർത്തിട്ടുണ്ട്. ഷട്ടറുകൾ ഫലമായി താക്കിയിട്ടുണ്ട്. ഇവിടെ ഹോട്ടലുകളിലേക്ക് കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഈ കോഴി ഇറച്ചി വിൽക്കുവാൻ പോലും ഇവർ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ക്രൂരമായ അക്രമത്തിന് വിധേയമാക്കപ്പെടുന്ന രീതിയിൽ ഈ മാർക്കറ്റിലെ തൊഴിലാളികൾക്കെതിരെ ഡിവൈഎഫ്ഐ 3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ പ്രതിഷേധിച്ചാണ് എസ്ടിയുവിന്റെയും യൂത്ത് ലീഗിന്റെയും ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതകാല മാർക്കറ്റ് സമരങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഈ മാർക്കറ്റ് അടഞ്ഞു കിടക്കട്ടെ. എല്ലാ തൊഴിലാളികൾക്കും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തുറന്നാൽ മതി ഈ മാർക്കറ്റ് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ ഇവർ പറയുന്നവർ ജോലി ചെയ്യണമെന്നും ഇവർ പറയുന്നവർ ജോലി ചെയ്യണമെന്നും പറയുന്ന സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ ആ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന മാർക്കറ്റ് വിൽപ്പനയുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന കോഴി എന്ന് നിങ്ങൾ പറയുന്ന ആ കോഴി വിൽപ്പനയുടെ വില എത്രയാണ്? നിങ്ങൾ പറയണം. 900 ഗ്രാം പൊതിഞ്ഞ് ഒരു സഞ്ചിയിലാക്കി 900 ഗ്രാം വിൽക്കുന്ന ആ കോഴിയുടെ വില 158. 1000 ഗ്രാം വരുമ്പോ 1 കിലോ വരും. 1 കിലോ വരുമ്പോ ആ കോഴിയുടെ വില 174. 174 രൂപക്ക് CPM-കാരന്റെ ഡിവൈഎഫ്ഐക്കാരന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് കോഴി വിൽക്കാമെങ്കിൽ 170 രൂപക്ക് കല്ലാച്ചി മാർക്കറ്റിൽ നിന്ന് കോഴി വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ ന്യായമെന്താണ്? നിങ്ങൾ പറയണം. ജനാധിപത്യ വിശ്വാസികളും നാട്ടുകാരും ആലോചിക്കണം. ഈ സമരം എന്ന് പറയുന്നത് ഇത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഹുങ്കൊന്നും കാണിച്ച് ഈ മാർക്കറ്റിലെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുക. ഇന്നുകൊണ്ട് അവസാനിക്കാൻ വേണ്ടി പോകുന്ന സമരമല്ല ഇത്. ഈ മാർക്കറ്റിലെ കോഴിക്കച്ചവടക്കാരന് സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നതുവരെ ഈ മാർക്കറ്റിന്റെ അകത്ത് നിന്ന് ഒരു മത്തി പോലും വിൽക്കുവാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട വി മുഹമ്മദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.
നിങ്ങൾക്ക് നന്ദി.